ഹലോ ഫ്രണ്ട്സ്, അപ്പോഴേ 2-3 ദിവസമായിട്ട് മോൾക്ക് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരെ പോയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചങ്ങനെ ഡോക്ടറെയും കാണിച്ചു, മരുന്നൊക്കെ മേടിച്ച് ഇതാ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ പാർക്കിംഗ് ചെയ്ത സ്ഥലത്തൊക്കെ ഫുള്ളും കുണ്ടും കുഴിയാണ് കേട്ടോ. വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അധികൃതരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അങ്ങനെ ഇതാ ഇങ്ങോട്ട് പോയാൽ എൻ്റെ വീട്ടിലേക്കും അങ്ങോട്ട് പോയാൽ എൻ്റെ സ്വന്തം വീട്ടിലേക്കുമാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുമ്പോൾ പിന്നെ വിചാരിച്ചു നമ്മൾ ഉമ്മച്ചിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണേ. പോകുന്ന സമയത്ത് വണ്ടിയിൽ മീറ്റർ നോക്കുമ്പോൾ എണ്ണയില്ല. അപ്പോൾ ഒന്ന് എണ്ണ അടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് പമ്പിലേക്കും കയറിയിട്ടോ. അങ്ങനെ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഈ മഴയത്തെ ഈ സ്കൂട്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. അതൊരു പ്രത്യേക വൈബാണ്. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. എൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് കുന്നുമലയൊക്കെ കയറി വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. എന്നാലും വേണ്ടില്ല, ആ മുറ്റത്ത് ഇങ്ങ് വന്ന് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അതങ്ങനെയാണല്ലോ. നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിലെത്തുമ്പോൾ നമുക്ക് എന്തില്ലാത്തൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ മക്കളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കിച്ചുക്കുട്ടൻ മിഠായി കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടോ. അപ്പോൾ അവന് മിഠായിയൊക്കെ കൊടുത്ത് ഇനിയത്തെ പരിപാടി എന്ന് പറയാൻ അടുക്കളയിൽ എൻ്റെ നാത്തൂന് അൻസി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് നോക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ അത് നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇവൾ എന്തെങ്കിലും ഒന്ന് സ്നാക്സ് വൈകുന്നേരം ഉണ്ടാക്കും. നമ്മളെപ്പോലെ ഒന്നുമില്ല, ആൾ മിഠക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചായ കാച്ചുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് എന്ത് കറി ഉണ്ടാക്കി എന്ന് തുറന്നു നോക്കി അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് ടിഫിനിലൊക്കെ എടുത്ത് തിരിച്ചു പോവുക എന്നതാണ് എൻ്റെ ഒരു സ്വഭാവം കേട്ടോ. നല്ല ചൂട് ചായയും പഴംപൊരിയും അതുപോലെ തന്നെ നല്ല ക്രീം ബണ്ണൊക്കെ കൂട്ടിയ തണുപ്പത്ത് ചായ കുടിക്കുക നല്ല രസമാണ് കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ കാച്ചി തരുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ കാച്ചി തന്ന ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ തിരിച്ചു പോവുകയാണേ. ടാറ്റാ ബൈ ബൈ.